ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് പാല് നമ്മൾ ആദ്യം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. 1/2 ലിറ്റർ പാലിൻ്റെ കണക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം എടുത്തെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ പാൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ എടുക്കണം. അതിന് ശേഷം നന്നായി ഇളക്കുക. ചൈന ഗ്രാസ് നന്നായി കട്ട കൂടാണ്ട് ഇളക്കിയെടുത്ത് ഈ കൺസിസ്റ്റൻസിയിലാക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഞാൻ 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് പാല് ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കട്ട കൂടാണ്ട് ഇളക്കിയെടുക്കുക. കട്ട കൂടാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സും പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് ട്രേയാണ് ബ്രെഡിന് എടുത്തിട്ടുള്ളത്, ബ്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ മേലെ പാലും പഞ്ചസാരയും മിക്സ് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബ്രെഡ് സോഫ്റ്റ് ആവും. അതിന് ശേഷം ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് പപ്പായ, ബനാന, മാംഗോ, ആപ്പിൾ, പൊമഗ്രാനൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും മിക്സാണ്. ഫ്രഷ് ക്രീമിൻ്റെ മിക്സൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആ കസ്റ്റാർഡ് ഒഴിച്ചതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മേലെ ഈ ഫ്രഷ് ക്രീമിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ട്രേയിൽ കുത്തി നിറച്ചത് കൊണ്ട് അതിൻ്റേതായ കുറവുകൾ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി വൃത്തിയില്ലാണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്തതിന് ശേഷം 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ നന്നായി ഉണ്ടാവും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ.